9,500 രൂപയും ഇത് 18,000 രൂപയാണ്. ഇതിന്റെ ഉള്ളിൽ നോക്കിയ അടിഭാഗം ഓട്ടയാണ് കണ്ടാ നോക്കിയോ. ഹേ ഗായ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഗായ്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ 2 വീഡിയോ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യിലുള്ള എൽസിയും അതേപോലെ തന്നെ ഷെവർലെറ്റിൻ്റെ കാറ്റർ എന്ന് പറഞ്ഞ മോഡലും തമ്മിലുള്ള ഒരു കമ്പാരിസൺ വീഡിയോ ചെയ്യുന്നുള്ളത്. സോ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. സോ നമ്മുടെ എൽസിയും നമ്മുടെ കാറ്ററിനും ഇവിടെ ഉണ്ട്. സോ ഈ രണ്ടും തമ്മിലുള്ള ഒരു ചെറിയൊരു ഓഫ് റോഡും അതേപോലെ തന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷൻസിൻ്റെ വ്യത്യാസം കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത്. സോ വീഡിയോയ്ക്ക് പോണെങ്കിൽ മുമ്പായിട്ട് എല്ലാവരും വീഡിയോ ജസ്റ്റ് ലൈക്ക് ചെയ്യുക. ആരും കുറേ പേര് വീഡിയോ ലൈക്ക് ചെയ്യുന്നില്ല. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല, ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട RC കാർസ് ഒക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് അടിച്ചേക്കാം. സോ അപ്പോൾ നമുക്ക് കമൻറ്റിലുള്ള കാറുകൾ എനിക്ക് പറ്റുമ്പോൾ ഞാൻ വാങ്ങിച്ച് നിങ്ങളെ കാണിച്ചിരുന്നതായിരിക്കും. സോ ഈ ഒരു വീഡിയോ ചെറിയൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക പരമാവധി. അപ്പോൾ എന്തായാലും ഞാൻ വീഡിയോയ്ക്ക് കടക്കാൻ പോവാണ്. പ്രത്യേകിച്ച് ഒന്നുമില്ല, നമ്മുടെ കയ്യിലുള്ള എൽസിയും അതേപോലെ തന്നെ നമ്മുടെ ഷെവർലെറ്റിൻ്റെ കാറ്ററിനും തമ്മിൽ കുറച്ച് സ്പെസിഫിക്കേഷൻസും അതേപോലെ തന്നെ ഒന്ന് ഓഫ് റോഡ് ചെയ്തിട്ട് അതിൻ്റെ ക്ലൈമ്പിംഗ് കപ്പാസിറ്റിയും ട്രാക്ക് ബ്രേക്കിൻ്റെ കപ്പാസിറ്റിയും അതിൻ്റെ സ്പീഡും കാര്യങ്ങളൊക്കെ ആയിരിക്കും ഇന്നത്തെ വീഡിയോയിലും കാണാൻ പോകുന്നത്. ഈ രണ്ട് വണ്ടിയുടെയും അൺബോക്സിംഗ് വീഡിയോ ഞാൻ ഓൾറെഡി നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. സോ ഈ രണ്ട് വണ്ടി ഞാൻ വാങ്ങിച്ചേക്കുന്നത് യൂക്ലിക്ക് എന്ന് പറഞ്ഞ ഒരു ഇൻസ്റ്റാഗ്രാം പേജ് വഴിയാണ്. അവർക്കൊരു വെബ്സൈറ്റ് അവൈലബിൾ ആണ്. സോ നിങ്ങൾക്ക് കുറച്ചും കൂടി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ താല്പര്യം, പെട്ടെന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോഡക്റ്റ് വാങ്ങാനായിട്ട് എളുപ്പം വരെ ഇൻസ്റ്റാഗ്രാം ആയിരിക്കും. അല്ലെങ്കിൽ താഴത്തെ നമ്പർ കൊടുത്തേക്കാം. സോ അതിൽ മെസ്സേജ് ചെയ്തിട്ട് നിങ്ങൾക്ക് RC കാർസ് ഒക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. നമ്മൾ യൂക്ലിക്കിനെ കുറിച്ച് പറയാനാണെങ്കിൽ എനിക്ക് കുറച്ചും കൂടി കംഫർട്ടായി തോന്നിയത് നമുക്ക് പെട്ടെന്ന് ഫാസ്റ്റ് ഷിപ്പിംഗ് ആണ്. ഒരു 4 ദിവസം കൊണ്ട് നമ്മുടെ വീട്ടിൽ പ്രൊഡക്റ്റ് കിട്ടും. എനിക്ക് 2 ദിവസം കൊണ്ടൊക്കെ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലേക്ക് കിട്ടിയിട്ടുണ്ട് ചില പ്രൊഡക്റ്റ് വാങ്ങുമ്പോൾ. അപ്പോൾ എന്തായാലും ഈ കാണുന്ന പ്രൊഡക്ട്സ് ഒക്കെ ഞാൻ അതുപോലെ വാങ്ങിച്ചിട്ടുണ്ട്. വേറെയും കാറുകളൊക്കെ ഉണ്ടായിരുന്നു. ഒരു ഹമ്മർ ഉണ്ടായിരുന്നു, അത് ഞാൻ കുറച്ച് പണിക്ക് കയറ്റിക്കാണ്. സോ നിങ്ങൾക്ക് താഴത്തെ നമ്പർ കൊടുത്തേക്കാം, വാട്സപ്പ് നമ്പർ. സോ ഡയറക്റ്റ് കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് RC കാർസ് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മുടെ 2 RC കാറും ഇവിടെ ഉണ്ട്. ഇത് നമ്മുടെ FMSൻ്റെ ഒരു ഷെവർലെറ്റ് ആണ്. നമ്മുടെ കയ്യിൽ FMSൻ്റെ ഒരു ഹമ്മർ ഉണ്ടായിരുന്നു. സോ അത് നമ്മൾ കുറച്ച് പണിക്ക് കയറ്റിയെന്ന് പറഞ്ഞു. പിന്നെ ഇത് നമ്മുടെ MNRC എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ LC ആണ്. FMSൻ്റെ LC ഉണ്ട്. നമ്മുടെ വൈകാതെ നമ്മുടെ ചാനലിൽ അത് കൊണ്ടുവരുന്നതായിരിക്കും. സോ ഇത് തമ്മിലുള്ള കുറച്ച് സ്പെക്കിൻ്റെ വ്യത്യാസം അതേപോലെ തന്നെ ഇതിൻ്റെ ഓഫ് റോഡ് കേപ്പബിലിറ്റിക്കാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഗൈസ്, ഈ കാണുന്നതാണ് ഇതിൻ്റെ പെട്ടികൾ കാര്യങ്ങൾ പറയുന്നത്. ഇതാണ് നമ്മുടെ FMSൻ്റെ പെട്ടി വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഇതാണ് MNRC അതിൻ്റെ പെട്ടി വന്നിരിക്കുന്നത്. ഇത് 1:12 സ്കെയിലാണ് കേട്ടോ നമ്മുടെ തോന്നിക്കുന്നത്. പിന്നെ ഈ ഒരു വണ്ടി നമ്മൾ ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ട്. സോ വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. 1:12 സ്കെയിലാണ് നമ്മുടെ ഈ കാണുന്ന ലാൻഡ് ക്രൂസറിൻ്റെ ടൂറിസ്റ്റ് മോഡൽ. ഇതൊരു അപ്ഗ്രേഡഡ് മോഡലാണ് അത് വന്നിരിക്കുന്നത്. ഇത് FMS ഷെവർലെറ്റ് കാറ്ററിനാണ്. സോ അതിൻ്റെ പെട്ടി വന്നിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇതിൽ നമുക്ക് തെർമോക്കോളൊക്കെ വരുന്നുണ്ട് കേട്ടോ. സോ അതാണ് വ്യത്യാസം. കുറച്ചുകൂടി പ്രീമിയം പാക്കേജ് തോന്നിയത് എനിക്കിതാണ്. കാരണം ഇവിടെ പിടിക്കാനൊരു ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലുതാണ്. ഇത് 1:18 സ്കെയിലാണ് ഇത്. പക്ഷേ എന്നാലും ഇതിൻ്റെ വലിപ്പം ഏകദേശമൊക്കെ സെയിം ആണ്. പിന്നെ സൈസിന് കുറച്ച് വ്യത്യാസം. നമ്മുടെ LC കുറച്ചുകൂടി വലുതാണ്. മീൻസ് നിങ്ങൾക്ക് അറിയാമല്ലോ 1:12 സ്കെയിലാണ്. അതാണ്. പക്ഷേ എൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ഇത് 9,500 രൂപയും ഇത് 18,000 രൂപയാണ്. സോ അതിൻ്റെ വ്യത്യാസം കൂടി നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ നമ്മുടെ LCയിൽ നോക്കാനാണെങ്കിൽ LCയുടെ അത്യാവശ്യം വെയിറ്റ് വരുന്നുണ്ട്. നമ്മുടെ ഈ കാണുന്ന കാറ്ററിനേക്കാളും കുറച്ചുകൂടി വെയിറ്റ് കൂടുതൽ നമ്മുടെ LCക്കാണ്. പക്ഷേ റേറ്റ് വരുമ്പോൾ റേറ്റ് കൂടുതൽ ഇതാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഫുൾ പ്ലാസ്റ്റിക് ആണ്. ഇതിൻ്റെ ഫുൾ വന്നിരിക്കുന്നത്. ഇതിൽ കുറച്ച് മെറ്റൽ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. ഈ കാണുന്ന ഇതൊക്കെ ഐറ്റംസ് ഒക്കെ മെറ്റലാണ്. ഇതിന് കുറച്ച് വ്യത്യാസമുണ്ട്. പിന്നെ കുറച്ചുകൂടി പ്രീമിയം ക്വാളിറ്റി തോന്നുന്നത് നമ്മുടെ FMSൻ്റെ ആണ്. സോ അതിൻ്റെ ഒക്കെ വ്യത്യാസങ്ങളാണ് ഇതിൽ മെയിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ടയറിൻ്റെ സൈഡിലേക്ക് നോക്കാനാണെങ്കിൽ ഇത് ഭയങ്കര സ്മൂത്ത് ടയറാണ് കാണാം. ഭയങ്കര സോഫ്റ്റ് ടയറാണ്. പക്ഷേ ഇതിൻ്റെ ടയർ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഹാർഡ് ടയറാണ്. അത്രയും പെട്ടെന്ന് ഇങ്ങനെ അമങ്ങണ കൂടുതലല്ല. അത്യാവശ്യം ഹാർഡ് ടയറാണ്. എനിക്ക് കുറച്ചുകൂടി ഹാർഡ് ടയറാണ് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത്. ഇതിനൊരു ഹാർഡ് ടയർ വരാണെങ്കിൽ നല്ല രസമായിരിക്കും. ഒരു പ്രീമിയം കുറച്ചുകൂടി കൂടും. പിന്നെ നമ്മുടെ LCയുടെ കൂടെ കുറച്ച് ഐറ്റംസ് ഇതേപോലെ ഇങ്ങനെ വെക്കാനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. സോ ഇതിൻ്റെ കൂടെ അങ്ങനത്തെ വേറെ കാര്യങ്ങളൊന്നും അഡീഷണലൊന്നും വന്നിട്ടില്ല. ചെറിയ ഐറ്റംസിലേക്ക് ഇതേപോലെ നമ്പർ പ്ലേറ്റ് അതേപോലെ ഐറ്റംസൊക്കെയാണ് ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത്. അല്ലാണ്ട് വേറെ ഒന്നും വന്നിട്ടില്ല. പിന്നെ ഇതിൻ്റെ റിമോട്ടിനെ കുറിച്ച് നോക്കാനാണെങ്കിൽ നമ്മുടെ FMSൻ്റെ റിമോട്ടിൽ അത്യാവശ്യം ഒരുപാട് ഓപ്ഷൻസും കാര്യങ്ങളും വന്നിട്ടുണ്ട്. 2 സ്പീഡ് വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ ലൈറ്റിൻ്റെ കൺട്രോൾ വന്നിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഡ്രാഗ് ബ്രേക്ക് കാര്യങ്ങൾ അതൊക്കെ വന്നിട്ടുണ്ട്. നമ്മുടെ നമ്മുടെ LCയുടെ ഇതിൽ വരാണെങ്കിൽ കുറച്ച് ഓപ്ഷൻസ് വന്നിട്ടുള്ളൂ. അതെ, ഈ കാണുന്നത് മാത്രം ഓപ്ഷൻസ് ഉള്ളൂ. പക്ഷേ 2 സ്പീഡ് ഉണ്ട്. അതേപോലെ ലൈറ്റിൻ്റെ കൺട്രോളും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മുടെ FMS എന്ന് പറയുന്നത് ഒരു ഫേമസ് ബ്രാൻഡ് ആയതുകൊണ്ട് RCയിലൊക്കെ ഒരു ബ്രാൻഡാണ് നമ്മുടെ FMS എന്ന് പറയുന്നത്. നമ്മുടെ MN എന്ന് പറയുന്നത് ബ്രാൻഡാണ്. പക്ഷേ ലൈക്ക് നമ്മുടെ iPhone
അതേപോലെ തന്നെ സാംസങ് എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ് ഈ രണ്ട് കേസ് പറയുന്നത്. സോ അപ്പോൾ ഇതിൻ്റെ ബ്രാൻഡിൻ്റെ ആ ഒരു വാല്യൂ ആണ് ഇവർ ഇതിൽ പ്രൈസ് കുറച്ച് കൂടാനുള്ള കാരണം. അതുപോലെ സ്പെക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, സെയിം സ്പെക്ക് ആണെങ്കിലും കുറച്ചുകൂടി റേറ്റ് കൂടുതൽ നമ്മുടെ FMSൻ്റെ ഈ കാണുന്ന ഷെവർലെറ്റിനാണ്. നമ്മുടെ ഷെവർലെറ്റ് നോക്കാനാണെങ്കിൽ ഈ കാണുന്നതാണ് എൻ്റെ ലുക്ക് നോക്കുന്നത്. അപാര ലുക്കാണ്. ഈ കളറും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഇതിൻ്റെ ലോഗോയും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഈ കാണുന്നതാണ് എൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത്. മാരക സസ്പെൻഷനാണ്. പക്ഷേ നമ്മുടെ ഇതിന് അത്രയ്ക്ക് സസ്പെൻഷൻ ഇല്ല. പക്ഷേ ഇതിൻ്റെ സസ്പെൻഷൻ വേറെ ലെവലാണ് കേട്ടോ. ഭയങ്കര സ്മൂത്താണ്. എൻ്റെ കണ്ട ഭയങ്കര സ്മൂത്ത് സസ്പെൻഷനാണ്. പിന്നെ അതിൻ്റെ മെറ്റലും കാര്യങ്ങളും വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ബാറ്ററി വന്നിക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. നോക്ക്, ഈ ഇവിടെയാണ് ബാറ്ററി വന്നിക്കുന്നത്. പക്ഷേ ലൈക്ക് ഇതിനൊരു സ്റ്റോറേജ് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് ഈ കാണുന്ന ബാറ്ററി വയ്ക്കാനായിട്ട്. പക്ഷേ ഇതിൻ്റെ ബാറ്ററി വയ്ക്കുമ്പോൾ കണ്ട കൃത്യമായിട്ടൊരു സ്പേസ് ഇതിന് വേണ്ടി കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലാണ് ബാറ്ററി വെച്ചേക്കുന്നത്. ഇവർക്ക് അതേപോലെ ചെയ്യാൻ പറ്റായിരുന്നു. പക്ഷേ ഇത് കണ്ട ഇവിടെ ഒരു സ്റ്റോറേജ് ഉണ്ട്. നമുക്ക് ഒരു എഞ്ചിൻ വെക്കാൻ പോലെ ഒരു സ്റ്റോറേജും നമ്മുടെ ബാറ്ററിയിൽ വെക്കാനുണ്ട്. പക്ഷേ ഉള്ളിൽ നോക്കിയാൽ അടിഭാഗം ഓട്ടയാണ് കണ്ട. അതാണ് എനിക്കൊരു ചെറിയൊരു എന്താ പറയുക ഒരു ഡിസ്കംഫർട്ട് പോലെ എനിക്ക് തോന്നി. പിന്നെ നമ്മുടെ LCD അടിഭാഗത്ത് നോക്കാനാണെങ്കിൽ കണ്ട ഫുള്ളി പക്ക നമ്മുടെ ഈ പറഞ്ഞ പോലെ പ്ലാസ്റ്റിക് ആണ് വന്നിക്കുന്നത്. ഇതേപോലെ ട്രാൻസ്പാരൻ്റ് അല്ല അതിൻ്റെ ഉള്ളിലത്തെ കാര്യങ്ങളൊന്നും. പക്ഷേ ഇതിൻ്റെ ഉള്ളിലത്തെ എല്ലാ കാര്യങ്ങളും നമുക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും, പുറത്തുനിന്ന് തന്നെ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ബോഡി അഴിക്കാൻ പറ്റില്ല. നമുക്ക് ബോഡി ഈ ഒരു ഐറ്റം മാത്രമേ നമുക്ക് പൊന്തിക്കാൻ പറ്റുള്ളൂ. ബോഡി അഴിക്കണമെങ്കിൽ ഇവിടെ സ്ക്രൂവും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിക്കേണ്ടി വരും. ഓക്കെ, പക്ഷേ നമ്മുടെ ഹമ്മർ EVയുടെ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബോഡി അതേപോലെ തന്നെ തിരിച്ച് അഴിക്കാൻ പറ്റുന്നതായിരുന്നു. പിന്നെ ഇതിൽ ഓൺ ഓഫ് സ്വിച്ച് നിൽക്കുന്നത് കണ്ട, ഇതാണ് ഓൺ ഓഫ് സ്വിച്ച് നിൽക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നിൽക്കുന്നത് ഈ ഒരു ഭാഗത്താണ്. ഈ ഒരു ഭാഗത്ത് കണ്ട നമുക്കിതിങ്ങനെ താഴത്തേക്ക് മടക്കിക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് ഇതിൻ്റെ ഓൺ ഓഫ് സ്വിച്ച് നിൽക്കുന്നത്. ഇത് ജസ്റ്റ് ഓൺ ആക്കാം. അതേപോലെ നമ്മുടെ റിമോട്ട് ഒന്ന് ഓൺ ആക്കിയിട്ട് കണ്ട കണക്ട് ചെയ്യാം. ഗൈസ്, നമ്മുടെ ഷെവർലെറ്റ് ഇവിടെ ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ റിമോട്ടായിട്ട് ഇവിടെ കണക്ട് ആയിട്ടുണ്ട്. സോ അതെ ഭയങ്കര സ്മൂത്താണ് ഇതിൻ്റെ ആ ഒരു പെർഫോമൻസ് അറിയുന്നത്. ഭയങ്കര ഫാസ്റ്റാണ് കണ്ട. ഞാനിവിടെ ആക്കുമ്പോൾ അതേ ഫാസ്റ്റിൽ തന്നെ അവിടെ ആവുന്നുണ്ട്. സോ നമുക്കിനി നമ്മുടെ LC ഓൺ ആക്കി എടുക്കാം. പിന്നെ നമ്മുടെ LCയിൽ കുറച്ച് അഡീഷണൽ പാർട്സ് വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ല ഇതേപോലത്തെ ഐറ്റംസ് ഒക്കെ വരുന്നുണ്ട്. ഇതിൽ അങ്ങനത്തെ ഒന്നും വരുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഐറ്റംസ് ഒക്കെ വരുമ്പോൾ കുറച്ചും കൂടിയും ഒരു നമുക്ക് എന്താ പറയുക ഒരു അപ്ഗ്രേഡഡ് ഐറ്റം നമ്മുടെ കയ്യിൽ കിട്ടിയ ഒരു ഫീലാണ് നമ്മുടെ LC കിട്ടുമ്പോൾ. സംഭവം ലുക്കൊക്കെ തന്നെയാണ് കുറച്ച്. പിന്നെ ഫുള്ളി പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അതിൻ്റേതായ ഒരു പ്രൈസിൻ്റെ ഒരു കുറവ് ഇതിനുണ്ട്. നമുക്കിതൊന്ന് തുറന്നിട്ട് ഈ കാണുന്നതാണ് എൻ്റെ ബാറ്ററി എന്ന് പറയുന്നത്. ഇതൊരു 1200 mAh ബാറ്ററിയാണ്. സോ ഇതെന്തായാലും നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാം. കണക്ട് ചെയ്തിട്ട് ഇതിൽ വയ്ക്കാം. ഓക്കെ, എന്നിട്ട് ഇതിൻ്റെ അടിഭാഗത്ത് ഓണാക്കുക. ഓണാക്കുമ്പോൾ ലൈറ്റ് എത്തും. ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നുണ്ട്. ഇവിടെ ഓണാക്കുക. നമ്മുടെ ലൈറ്റ് ബ്ലിങ്ക് ചെയ്യുന്നത് സ്റ്റോപ്പായി കണ്ട. നമ്മുടെ ഐറ്റം ഇപ്പോൾ കണക്റ്റഡ് ആണ്. ഇതിൻ്റെ തീരെ സൗണ്ട് ഇല്ല. നമ്മുടെ ഈ ഒരു ഇതിന് ഒട്ടും സൗണ്ട് ഇല്ല നമ്മുടെ ഈ ടയർ അങ്ങോട്ട് ഉണ്ടാക്കുമ്പോൾ. പക്ഷേ നമ്മുടെ LC നമ്മുടെ FMSൻ്റെ സൗണ്ട് ആയിക്കോ കണ്ടാ നല്ല പ്രീമിയം സൗണ്ട് അല്ലായിരുന്നേ. അപ്പോൾ അത് ഒരു പോയിൻ്റാണ് ഇതിനെ. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇതിൻ്റെ ഉള്ളിൽ നമുക്കൊരു ആളെ ഇരിക്കാൻ കാണാൻ പറ്റും കേട്ടോ. ശ്രദ്ധിച്ച് നോക്കിയ ഒരാളുണ്ട്. പക്ഷേ നമ്മുടെ LCയിൽ അങ്ങനെ വേറെ ഒന്നുമില്ല. പക്ഷേ എൻ്റെ ഉള്ളിലത്തെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. സ്റ്റീറിങ്ങും അതിൻ്റെ ഉള്ളിലത്തെ ഐറ്റംസൊക്കെ അടിപൊളിയാണ്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ അത്രയ്ക്ക് അങ്ങനെ ഡീറ്റെയിലിംഗ് ഇല്ല. എൻ്റെ ഉള്ളിൽ കാണാൻ പറ്റും, ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ പറ്റും. അത്രയ്ക്കാണ് ഡീറ്റെയിലിംഗ് ഇല്ല. പക്ഷേ ഡീറ്റെയിലിംഗ് കൂടുതൽ നമ്മുടെ LCയിലാണ്. LCയിൽ കുറച്ചുകൂടി ഇഷ്ടപ്പെട്ട സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ടയറാണ്. ഇതിൻ്റെ ടയർ പക്ക ഒരു ഓഫ് റോഡ് ടയറായിട്ടാണ് ഒരു കൊടുക്കുന്നത്. പക്ഷേ നമ്മുടെ ഈ കാണുന്ന ഷെവർലെറ്റിൽ ടയർ അത്രയ്ക്കവിടെ ഓഫ് റോഡല്ല, എന്നാലും കുഴപ്പമില്ല കാണാൻ. പക്ഷേ എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാരണം ഇത് പുറത്തേക്ക് ഞാൻ തള്ളിയൊക്കെ വെക്കുന്നുണ്ട്. പക്ക ഒരു ഓഫ് റോഡ് സെറ്റപ്പിലാണ് നമ്മുടെ LCയിൽ വന്നിരിക്കുന്നത്. ഇത് കുറച്ചും കൂടിയും പക്ഷേ എൻ്റെ പെർഫോമൻസ് നോക്കുമ്പോൾ നമ്മുടെ പെർഫോമൻസ് അടിപൊളി ഇതിലാണ്. നല്ല അടിപൊളി മോട്ടറും കാര്യങ്ങളൊക്കെയാണ് ഇത് നമ്മുടെ ഇതിൽ കൊടുക്കുന്നത്. പക്ഷേ ലൈക്ക് ഇതിൻ്റെ ലുക്കിൽ നോക്കുമ്പോൾ ഇത് കാണാൻ പറ്റും ഇതിൻ്റെ ടയർ കുറച്ച് ഒതുങ്ങിയിട്ട് ഉള്ളിലാണ് നിൽക്കുന്നത്. ഇതിൻ്റെ ടയർ കുറച്ചും കൂടി ബൾജ് ചെയ്തിട്ട് പുറത്തേക്ക് നിൽക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി ഒരു ലുക്ക് വരുന്നത് നമ്മുടെ LCക്കാണ്. പിന്നെ നമ്മുടെ LCയിൽ ഒരുപാട് ലൈറ്റിങ് അധികം വരുന്നുണ്ട്. നമ്മുടെ ഇവിടെ ലൈറ്റ് വരുന്നുണ്ട്. അതേപോലെ എൻ്റെ ബാക്കിൽ റിവേഴ്സ് എടുക്കുമ്പോൾ ലൈറ്റ് കത്തും. നോക്കിയോ, ഭയങ്കര അഗ്രഷൻ വേണ്ട. ബാക്കിൽ ലൈറ്റ് കത്തും. പക്ഷേ നമ്മുടെ ഈ കാണുന്ന ഷെവർലെറ്റിൽ ബാക്കിലേക്ക് എടുക്കുമ്പോൾ ലൈറ്റ് ഇല്ല. ജസ്റ്റ് ബ്രേക്ക് ലൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. പക്ഷേ ഫ്രണ്ടിൽ ഡ്യുവൽ ലൈറ്റും കൊടുത്തിട്ടുണ്ട്, ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഇതിലും ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഇതിനേക്കാളും ബ്രൈറ്റ്നെസ് ഇതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സിനുണ്ട്. ഇതിൻ്റെ അടിയിൽ ഒരു ഡെഡിക്കേറ്റഡ് ഇൻഡിക്കേറ്റർ കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഒറ്റ ഒരു ലൈറ്റ് ആയിട്ടാണ് ഇത് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ സസ്പെൻഷനാണ്. സസ്പെൻഷനിൽ ഞാൻ കാണിച്ചു തരാം. ഇതിൻ്റെ സസ്പെൻഷൻ നോക്കിയോട്ടാ. ഇതിൻ്റെ സസ്പെൻഷൻ മാരക സസ്പെൻഷനാണ്. നോക്കിയേ, വേറെ ലെവലാണ്. പക്ഷേ നമ്മുടെ ഇതിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ അത്രയ്ക്ക് അങ്ങോട്ടില്ല. ഫ്രണ്ടിൽ കുഴപ്പമില്ല. പക്ഷേ ബാക്കിലും കണ്ടോ ഒരു ഹാർഡ്നെസ് ഉണ്ട്. ബാക്കിൽ ഹാർഡ്നെസ് ഉണ്ട്, ഫ്രണ്ടിൽ ഇതിൻ്റെ അത്ര ഒരു സോഫ്റ്റ്നെസ് ഉണ്ടോ.
അത് ഇതിന് കിട്ടുന്നില്ല. പിന്നെ നമ്മുടെ 2 വണ്ടി നമുക്ക് അടിപൊളിയായിട്ട് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റും. ഇതിൽ ഒരുപാട് കാര്യങ്ങൾ, ഇതിൻ്റെ മേലെ വെക്കാനുള്ള കുറച്ച് ഐറ്റംസ്, അതേപോലെ ഇതിൽ ക്യാരി ചെയ്യാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ നമുക്ക് ബിൽഡ് ചെയ്യാം. ഒന്നെങ്കിൽ നമുക്ക് 3D പ്രിൻ്റർ വെച്ചിട്ട് ബിൽഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മിനിയേച്ചർ ഐറ്റംസ് വാങ്ങിച്ചിട്ട് നമുക്ക് ഇതിൽ കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ 2 ഐറ്റംസ് ഇവിടെ പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഓടിച്ച് നോക്കാനായിട്ട്. ഇതിൻ്റെ ഇനി സ്പീഡ് ടെസ്റ്റാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സ്പീഡ് ടെസ്റ്റും കാര്യങ്ങൾ, ബാക്കി എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. ഇനി എന്തെങ്കിലും പറയാനില്ലെങ്കിൽ നിങ്ങൾക്ക് താഴത്ത് കമൻറ്റ് അടിക്കുക, ഞാൻ അതിനനുസരിച്ചിട്ട് അതിന് റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ഈ കാണുന്ന റിമോട്ടിൽ വരാണെങ്കിൽ നമുക്ക് നമ്മുടെ LCയിൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കാണുന്നതാണ് ഇതിൻ്റെ സ്പീഡ് മാറ്റാനുള്ള ഓപ്ഷൻ നിൽക്കുന്നത്. ഒരു ബട്ടൺ അമർത്തിയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലോ സ്പീഡ് വരും, വീണ്ടും അമർത്തിയാൽ അതിൻ്റെ ഹൈ സ്പീഡ് വരും. പക്ഷേ നമ്മുടെ FMSൽ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സൈഡിൽ ഒരു ഡെഡിക്കേറ്റഡ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് സ്പീഡ് മാറ്റാനായിട്ട്. പിന്നെ ഇതിൻ്റെ 2ൻ്റെ ത്രോട്ടിൽ ഇതേ ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലെഫ്റ്റ് റൈറ്റ് ചെയ്യണത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ലൈറ്റിങ്ങിൻ്റെ ഇത് ഇവിടെയാണ് കൊടുത്തത്. ഇതിൻ്റെ ലൈറ്റ് മാറ്റാനായിട്ട് ഇതേ ഇവിടെ ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ 2 വണ്ടിയും ലോ സ്പീഡിൽ ഇതിൻ്റെ ഫസ്റ്റത്തെ സ്പീഡിലാണ് കൊടുത്തത്. സോ നമ്മളിത് ഓടിച്ച് നോക്കാൻ പോവാണ്. ഇതിൻ്റെ ഫസ്റ്റത്തെ സ്പീഡിൽ ആർക്കാണ് കൂടുതൽ സ്പീഡ് നോക്കാം. സോ ഞാൻ രണ്ടും അമർത്താൻ പോവാണ്. ഗോ. നമ്മുടെ LCക്കാണ് നല്ല സ്പീഡ്. ഷെവർലെറ്റ് ഭയങ്കര പതുക്കെയാണ് പോണത് കേട്ടോ, ഭയങ്കര പതുക്കെയാണ് പോണത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. പക്ഷെ പതുക്കെ പോകണം നല്ലതാണ്. ഇങ്ങനെ മറ്റേ ക്ലൈംബ് ചെയ്യുമ്പോൾ ഒക്കെ ഭയങ്കര സ്ലോ സ്പീഡ് ഉണ്ടെങ്കിൽ നല്ലതാണ്. അത്യാവശ്യം നല്ല ഫാസ്റ്റിലാണ് നമ്മുടെ LC വരുന്നത് റിവേഴ്സ് എടുക്കുമ്പോൾ. സോ ഇനി ഇതിൻ്റെ റിവേഴ്സ് ടെസ്റ്റ് ചെയ്യാൻ പോവാണ്. റിവേഴ്സ് ചെയ്താൽ ഫാസ്റ്റ് നോക്കാൻ പോവാണ്. റെഡി 1 2 3 ഗോ. ഗൈസ് നമ്മുടെ LC ആണ് ഭയങ്കര ഫാസ്റ്റിൽ വരുന്നത്. നമ്മുടെ ഷെവർലെറ്റ് കുറച്ച് സ്ലോ ആണ്. നമ്മൾ ഇതിൻ്റെ റിവേഴ്സ് സ്പീഡും കാര്യങ്ങളും കണ്ടു. ഫോർവേഡ് എൻ്റെ ഫസ്റ്റ് ഗിയറിലുള്ള സ്പീഡും കാര്യങ്ങളും കണ്ടു. ഇനി എൻ്റെ സെക്കൻഡ് ഗിയറിലുള്ള സ്പീഡും കാര്യങ്ങളും ഞാൻ കാണിച്ചു തരാൻ പോവാണ്. അതിനുശേഷം ഇതിൻ്റെ ലൈറ്റിങ്സ് ഞാൻ അകത്ത് പോയിട്ട് കുറച്ച് ഡാർക്ക് ഏരിയയിൽ കാണിച്ചു തരാം. അപ്പോൾ കുറച്ചുകൂടി വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. സോ ഇതിൽ നമ്മുടെ ഷെവർലെറ്റിൽ ഞാൻ 2 സ്പീഡ് ഇട്ടു. ഇതാണ് 2 സ്പീഡ്. ഇതിൽ നമ്മൾ ഇവിടെ ഒരു അമർത്തി. സോ കണ്ടോ അതിൻ്റെ സ്പീഡ് കൂടിയിട്ടുണ്ട്. സോ ഇതിൽ ഡ്രാഗ് ബ്രേക്ക് വന്നിട്ടില്ല. ഇതിൽ ഡ്രാഗ് ബ്രേക്ക് വരുന്നുണ്ടെങ്കിൽ ഇതിൽ ഫസ്റ്റ് ഗിയറിൽ മാത്രമാണ് ഡ്രാഗ് ബ്രേക്ക് വരുന്നത് ഇതിൽ നമ്മുടെ LCയിൽ. അതേപോലെ റിവേഴ്സും. പക്ഷേ ഇതിൻ്റെ സെക്കൻഡ് ഗിയറിൽ നമുക്ക് ഡ്രാഗ് ബ്രേക്ക് വരുന്നില്ല. കണ്ട സ്മൂത്തായിട്ട് പോകണണ്ട. അത് ഡ്രാഗ് ബ്രേക്ക് ഇല്ലാത്ത അവസ്ഥയാണ് സ്മൂത്തായിട്ട് പോകണമെന്ന് പറയുന്നത്. പക്ഷേ ആ സാധനത്ത് നമ്മുടെ ഈ കാണുന്ന ഷെവർലെറ്റിൽ നമ്മുടെ 2 സ്പീഡിലും ഡ്രാഗ് ബ്രേക്ക് വരുന്നുണ്ട്. നമുക്ക് ഡ്രാഗ് ആ പെട്ടെന്ന് സ്റ്റോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അതാണ് ഡ്രാഗ് ബ്രേക്ക് എന്ന് പറയുന്നത്. അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റും. ഈ 4 ടയറിൻ്റെ ഇത് നമ്മൾ ഓഫ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആ ഡ്രാഗ് ബ്രേക്ക് ഓഫ് ആവും. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാനിതിൽ ഓണാക്കാൻ പോവാണ്. റെഡി 1 2 3 ഗോ. ഗൈസ് നമ്മുടെ ഷെവർലെറ്റാണ് ഫാസ്റ്റായിട്ട് പോണത്. ഫസ്റ്റത്തെ ഗിയറിൽ നമ്മുടെ LC ആണ് കുറച്ച് ഫാസ്റ്റായിട്ട് പോയത്. പക്ഷേ നമ്മുടെ 2ാമത്തെ ഗിയറിൽ നല്ല ഫാസ്റ്റായിട്ട് പോകുന്നത് നമ്മുടെ FMSൻ്റെ ഷെവർലെറ്റ് കേട്ടനാണ്. ഇനി എൻ്റെ റിവേഴ്സ് എടുത്ത് നോക്കാം. റിവേഴ്സ് റെഡി 1 2 ഗോ. പക്ഷേ റിവേഴ്സ് രണ്ടും സെയിം ആയിട്ട് സ്പീഡ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ 2 വണ്ടിയുടെ ഫസ്റ്റ് സ്പീഡും സെക്കൻഡ് സ്പീഡും ഞാൻ കാണിച്ചു തന്നു. ഇനി ഇത് ഒന്ന് ഓഫ് റോഡ് ചെയ്തിട്ട് ഏത് വണ്ടി ആയിരിക്കും ബെറ്റർ പെർഫോം ചെയ്യാനാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഗൈസ് സത്യം പറയാമല്ലോ 2 വണ്ടി അടിപൊളിയാണ് ഓടിച്ചെടുക്കാനായിട്ട്. നമ്മുടെ ഈ കാണുന്ന FMSൻ്റെ ഇത് ഭയങ്കര സ്പീഡാണ് പുള്ളിക്ക്. എന്നുവെച്ചാൽ മറ്റേ 40 കിലോമീറ്റർ 50 കിലോമീറ്റർ ഫാസ്റ്റ് പോകണമെന്നില്ല. ഈ കാണുന്ന ഓഫ് റോഡ് വണ്ടികളിൽ അത്യാവശ്യം സ്പീഡ് ഇതിന് കൊടുക്കുന്നുണ്ട് ഇതിന് FMSൻ്റെ. സോ നമ്മുടെ LC ഞാൻ കാണിച്ചു തരാം. നമ്മുടെ LC നമ്മൾ ജസ്റ്റ് ഓടിച്ച് നോക്കാൻ പോവുകയാണ്. ഇതേ ഈ കാണുന്നതാണ് ഇതിൻ്റെ സെക്കൻഡ് സ്പീഡ്. ഇത്ര സ്പീഡ് കിട്ടും. പക്ഷെ കുഴപ്പമില്ല, രസമാണ് ഓടിക്കാനും. പിന്നെ വീഡിയോസ് എടുക്കാനൊക്കെ അടിപൊളിയാണ് നമ്മുടെ ഐറ്റം. ആ ഒരു ടയർ ഇങ്ങനെ സൈഡിലേക്ക് നിൽക്കുമ്പോഴൊക്കെ വീഡിയോയിൽ വരുമ്പോഴൊക്കെ അടിപൊളിയാണ് കാണാനായിട്ട്. പിന്നെ ഇതിൽ ഞാൻ ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡ് ഇടുമ്പോൾ ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്പീഡ്. ഭയങ്കര സ്ലോ ആണ്. ബട്ട് നമ്മുടെ ആ കാണുന്ന ഷെവർലെറ്റിനേക്കാളും സ്പീഡുണ്ട് ഈ ഫസ്റ്റ് ഞാൻ നേരത്തെ കാണിച്ചെന്നല്ലോ. പക്ഷേ അടിപൊളിയാണ് ഐറ്റം. അങ്ങനെ കല്ലിൻ്റെ മേലകളൊക്കെ ഇങ്ങനെ വരുമ്പോൾ കാണാനൊക്കെ അടിപൊളിയാണ്. 2 കാർ എടുത്തിട്ട് നമുക്ക് ഇനി ഓഫ് റോഡ് ഓടിക്കാൻ പോകണം നമ്മുടെ പറമ്പിൽ. അതാണ് ഇനി നമ്മുടെ അടുത്ത ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓഫ് റോഡ് പോകുന്നതിന് മുമ്പായിട്ട് ഇതിൻ്റെ ലൈറ്റിങ് ഞാൻ കാണിച്ചിട്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ഇതാണ് ഇതിൻ്റെ ലൈറ്റിൻ്റെ ബ്രൈറ്റ്നസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് ബ്രൈറ്റ്നസ് കുറയ്ക്കാൻ പറ്റും കേട്ടോ. ഇതിപ്പോൾ ഇൻഡിക്കേറ്റർ അടക്കം ഇതിപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തു. ഇതിപ്പോൾ ഡിം ലൈറ്റാണ്. ഇതിപ്പോൾ ലൈറ്റ് കൂടി കണ്ടാ. പിന്നെ ഇതിൽ നമുക്ക് ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ വർക്ക് ആവുന്നുണ്ട്. പക്ഷേ ബാക്കിൽ ഈ കാണുന്ന ഒരു ബ്രേക്ക് ലൈറ്റ് മാത്രമാണ് കൊടുക്കുന്നത്. ആ സ്ഥാനത്ത് നമ്മുടെ LCയിൽ ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഇതിൻ്റെ ഒരു ലൈറ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബ്രൈറ്റ്നസ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇതാണ് ഇതിൻ്റെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഇവിടെ കത്തും. ബാക്കിൽ ഇവിടെ നമ്മുടെ ബ്രേക്ക് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന ബാക്ക് ലൈറ്റും കൊടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം കുറേ ലൈറ്റിങ്സ് ഉള്ള സംഭവമാണ്. പിന്നെ അതേപോലെ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് വർക്കൗട്ടാണ്. ബാക്കിലത്തെ ഇൻഡിക്കേറ്റേഴ്സ് നമ്മുടെ LCയിൽ വർക്കാവും. പക്ഷേ നമ്മുടെ FMSൽ ബാക്കിൽ ഇൻഡിക്കേറ്റേഴ്സ് കാര്യങ്ങൾ വേറെ ഒന്നുമില്ല. ചെറിയ കാര്യങ്ങൾ പറഞ്ഞുതരാം. ഇതിൻ്റെ ബാക്കിൽ നമുക്ക് ഇതേപോലെ തുറക്കാൻ പറ്റും. നമ്മുടെ ഈ കാണുന്ന LCയുടെ ഈ ഡോറ് തുറക്കാൻ പറ്റില്ല. പക്ഷേ ഇതിൻ്റെ ഈ കാണുന്ന ഐറ്റംസ് ഉണ്ടോ,
ഇതൊക്കെ നമുക്ക് തന്നെ സിമ്പിളായിട്ട് തുറന്നു വയ്ക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ഇതിൻ്റെ വലിപ്പം നോക്കാനാണെങ്കിൽ ബോഡി വെച്ചിട്ട് കുറച്ചും കൂടി ഒരു മാസീവ് ഒരു മസ്കുലർ ലുക്ക് ഉള്ളത് നമ്മുടെ LCക്കാണ്. ഇത് കുറച്ചൊന്ന് ചെറിയൊരു ടൈപ്പാണ്. അത് 1:18 ആയാലും 1:12 ആണ്. പക്ഷേ ആ സാധനത്ത് എൻ്റെ ടയറിൻ്റെ ഈ ഒരു ഇത് കണ്ടോ നിങ്ങൾ, ഈ ഒരു ഭാഗം അത് സെയിം ആണ്. പക്ഷേ കുറച്ചും കൂടി ആ ഒരു ബോഡിയിലുള്ളൊരു വലിപ്പം അതാണ് ഉദ്ദേശിക്കുന്നത്. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത് ഈ കാണുന്ന 2 കാറുകളും നമ്മുടെ ഈ ഒരു ചെറിയ ചരലുകളൊക്കെ ഉള്ള സ്ഥലമുണ്ടല്ലോ അതിൻ്റെ ഭാഷത്തൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാൻ പോവാണ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ നമ്മുടെ FMSൻ്റെ ഷെവർലെറ്റ് ഓടിക്കാൻ പോവാണ്. സോ ഈ സെയിം സ്ഥലത്തിൽ കൂടെ തന്നെ ആയിരിക്കും നമ്മൾ 2 കാർ ഓടിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അത് അതിൻ്റെ എത്രത്തോളം അതിൻ്റെ ഒരു കഴിവുണ്ടെന്ന്. FMS ഓടിക്കാൻ പോവാണ്. നമ്മൾ ഫസ്റ്റ് ഗിയർ ഇട്ടിട്ടുണ്ട്. ഫസ്റ്റ് ഗിയർ ഇട്ടിട്ട് നമ്മുടെ ഈ കാണുന്ന കല്ലിൻ്റെ മേലെ കൂടെ ഓടിക്കാൻ പോവാണ്. ഗൈസ്, വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഐറ്റം. ഇതൊക്കെ സിമ്പിളായിട്ട് എൻ്റെ മേലെ കൂടെ പോകുന്നുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി അടുത്തത് നമ്മുടെ ഈ കാണുന്ന LC ഓടിച്ച് നോക്കാം. ഇത് LCയുടെ ഫസ്റ്റ് സ്പീഡിലാണ്. അപ്പോൾ നമ്മുടെ LC എടുത്തിട്ട് ഈ കാണുന്ന ചരലിൻ്റെ മേലെ ഓടിച്ച് നോക്കാം. ഇതേ അത്യാവശ്യം സ്റ്റക്ക് വരുന്നുണ്ട്, പക്ഷേ പുള്ളിക്കാരനും അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് എൻ്റെ മേലോടെ കയറി പോയിട്ടുണ്ട്. നൈസ്. പക്ഷേ നമ്മുടെ ഇത് പോകുമ്പോൾ ഒരു നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ആടി ഒലിഞ്ഞ് പോകും. പക്ഷേ ഇത് അതിൻ്റെ സസ്പെൻഷൻ കുറച്ചും കൂടി ഹാർഡായ കാരണം എങ്ങനെയാണ് തട്ടിത്തെടുത്തെടുത്തിട്ട് ആ ഒരു റേഞ്ചിൽ പോകും. അതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കാനാണെങ്കിൽ നമ്മുടെ ഷെവർലെറ്റിനാണ് കൂടുതൽ ഗ്രൗണ്ട് ക്ലിയറൻസ് നിൽക്കുന്നത് LCക്കാളും. ഇപ്പോൾ ഞാൻ ഫൈനലി ഇതേ ഇവിടെ പറമ്പിലെത്തിയിട്ടുണ്ട്. സോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ്. അതെ, ഈ കാണുന്നൊരു ഇത് കണ്ട ഒരു കയറ്റം കണ്ട അവിടെ. അപ്പോൾ അതിൻ്റെ മേലെ നമ്മൾ 2 കാറും കയറ്റാൻ പോവാണ്. സോ ഇതിലേതാണ് നല്ല സിമ്പിളായിട്ട് കയറുന്നത്, അപ്പോൾ ആ ഒരു കാറായിരിക്കും നല്ല പവർഫുൾ. ഓക്കെ, FMSൻ്റെ ഈ ഷെവർലെറ്റ് നമ്മൾ ഓടിക്കാൻ പോവാണ്. കേട്ടോ, ഇതിൻ്റെ ഫസ്റ്റ് സ്പീഡ് വെച്ചിട്ട് കയറാൻ പറ്റാൻ നോക്കാം. ഇതാണ് എൻ്റെ ഫസ്റ്റ് സ്പീഡ്. ഗൈസ്, ഫസ്റ്റ് സ്പീഡിൽ നമ്മുടെ ഐറ്റം കയറുന്നില്ല. ഓക്കെ, ഇനി ഇതിൻ്റെ സെക്കൻഡ് സ്പീഡ് ഇടാം. സെക്കൻഡ് സ്പീഡ് ഇട്ടിട്ട് കയറാൻ വേണ്ടി നോക്കാം. വാവ് ഗൈസ്, സെക്കൻഡ് സ്പീഡിൽ സിമ്പിളായിട്ട് നമ്മുടെ ഐറ്റം കയറിപ്പോയി. ഇനി ഇറങ്ങി വരുന്നതൊക്കെ അടിപൊളിയായിട്ട് ഇറങ്ങി വരും. ഇനി നമ്മുടെ LC ഒന്ന് കയറ്റാൻ വേണ്ടി നോക്കാം. LCയുടെ ഫസ്റ്റ് സ്പീഡിൽ നമ്മളിട്ടു. ഫസ്റ്റ് സ്പീഡിൽ കയറാൻ വേണ്ടി നോക്കാം. കയറി ഒന്നാണ്. നോക്കാം. ഗൈസ് എൻ്റെ ദൈവമേ ഗൈസ്, നമ്മുടെ FMSനേക്കാളും ഫസ്റ്റ് ഗിയറിൽ നമ്മുടെ LC ഇവിടെ കയറി വന്നിരിക്കുകയാണ്. അടിപൊളി. ഇനി ഇത് ഇറങ്ങി വരണം നോക്കട്ടെ. ഇറങ്ങി ഇതേ സിമ്പിളായിട്ട് വരുന്നുണ്ട്. ഇനി സെക്കൻഡ് സ്പീഡ് കയറാൻ നോക്കാം. ഒരു ബട്ടൺ അമർത്തി. ഇതാണ് സെക്കൻഡ് സ്പീഡ്. സെക്കൻഡ് സ്പീഡ് കയറാൻ നോക്കാം. ഗൈസ്, ഇതാണ് സെക്കൻഡ് സ്പീഡ്. സെക്കൻഡ് സ്പീഡിൽ എനിക്ക് കയറുന്നില്ല, കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഡ്രാഗ് ബ്രേക്ക് ഇല്ലല്ലോ, അതാണ് പ്രശ്നം. ഗൈസ്, നോക്കാനാണെങ്കിൽ ഫസ്റ്റ് സ്പീഡിൽ നമ്മുടെ FMSൻ്റെ കയറിയില്ല, പക്ഷേ ഫസ്റ്റ് സ്പീഡിൽ നമ്മുടെ LC കയറി. സെക്കൻഡ് സ്പീഡിൽ നമ്മുടെ FMS കയറി. സെക്കൻഡ് സ്പീഡിൽ നമ്മുടെ LC കയറിയില്ല. അപ്പോൾ 1:1 ആ ഒരു റേഷ്യോയിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇതിൽ നമുക്ക് സെക്കൻഡ് സ്പീഡിൽ ഡ്രാഗ് ബ്രേക്ക് വരുന്നില്ല നമ്മുടെ LCയിൽ. പക്ഷേ ഇതിൽ രണ്ട് ഗിയറിൽ നമുക്ക് ഡ്രാഗ് ബ്രേക്ക് വരുന്നുണ്ട്. ഡ്രാഗ് ബ്രേക്ക് നമുക്ക് ഓഫ് ചെയ്യാനും പറ്റും. പക്ഷേ അതിൽ സെക്കൻഡ് സ്പീഡിൽ ഡ്രാഗ് ബ്രേക്ക് ഇല്ലാത്ത കാരണം കയറുന്ന സമയത്ത് അതേപോലെ തന്നെ നമുക്ക് ബാക്കോട്ടും വരും. മനസ്സിലായോ? അതാണ് ഉണ്ടാവുന്നത്. അതെ, ഫാസ്റ്റിൽ ഇവിടെ ഓടിച്ച് നോക്കുമ്പോൾ അടിപൊളിയായിട്ട് നമ്മുടെ FMSൻ്റെ ഇത് പോകുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് സ്പീഡിൽ നമ്മുടെ LC ഒന്ന് ഓടിച്ച് നോക്കാം. ഈ കാണുന്ന കുറച്ച് റഫായിട്ട് ഏരിയയിൽ ഓടിച്ച് നോക്കാൻ പോവാണ്. അതും അത്യാവശ്യം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. വാവ്, അടിപൊളി. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇതിൽ രണ്ടിൽ ഏത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. കുറച്ചും കൂടി പ്രീമിയം അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ലൊരു ബ്രാൻഡിന് വേണമെങ്കിൽ നിങ്ങൾക്ക് FMSൻ്റെ പർച്ചേസ് ചെയ്യാം. ആ ഒരു ബ്രാൻഡ് നിങ്ങൾക്ക് വാങ്ങിക്കുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. പക്ഷേ നിങ്ങൾക്ക് കുറച്ചും കൂടിയും എന്താ പറയുക, ഒരു മസ്കുലർ ഫീലാണ്, അല്ലെങ്കിൽ കുറച്ചും കൂടി ലുക്കുള്ള ഐറ്റംസ് വേണമെങ്കിൽ നമ്മുടെ LCയുടെ ഈ കാണുന്ന മോഡൽ എടുക്കാം കേട്ടോ. സെക്കൻഡ് സ്പീഡിൽ ഫാസ്റ്റ് കിട്ടണമെങ്കിൽ നമ്മുടെ ഈ കാണുന്ന FMSൻ്റെ നമ്മുടെ ഷെവർലെറ്റിന് അടിപൊളി. സെക്കൻഡ് സ്പീഡിൽ മാരക പെർഫോമൻസ് ആണ്. പക്ഷേ ഇത് കുറച്ച് സ്ലോ ആണ്. നമ്മുടെ ഇത് റേറ്റും അതിനനുസരിച്ച് വ്യത്യാസം ഉണ്ടല്ലോ. സോ ഗൈസ്, അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഈ കാണുന്ന RC കാർസിൻ്റെ ഒരു കമ്പാരിസൺ വീഡിയോ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ജസ്റ്റ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ യു ക്ലിക്കിന് തന്നെ കോൺടാക്ട് നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങൾക്ക് ഈ കാണുന്ന വണ്ടികളൊക്കെ മേടിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഓക്കെ, ബൈ.